ഒരുമിച്ച് നിൽക്കണം. ഔപചാരികതയോടുകൂടി വലിയ ആദരവോടുകൂടിയൊന്നും കാണരുത്. അതൊക്കെ നമ്മൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. എന്നെ നിങ്ങൾക്ക് ഏത് പാതിരാവിലും വന്ന് അത് വൈകുകയാണ് ഉണ്ടായത്. ഏതായാലും ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ പ്രദേശത്തെ ശോചനീയമായ ഈ റോഡിന്റെ അവസ്ഥയൊക്കെ നമ്മുടെ വേണ്ടി നല്ലവരായ നാട്ടുകാരോട് നന്ദി പറയുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യായ രാജേട്ടൻ. എല്ലാവരും അന്ന് വോട്ടെണ്ണി തീരുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ ഭൂരിപക്ഷം കിട്ടി, മൂത്തടം പഞ്ചായത്തിൽ ഭൂരിപക്ഷം കിട്ടി, എടക്കരയിൽ കിട്ടി. അന്നൊക്കെ ചാനലുകളിൽ എഴുതി കാണിച്ച ഇതൊക്കെ അമരമ്പലം എണ്ണുമ്പോൾ അട്ടിമറിയുന്നതാണ്. അമരമ്പലം, നിലമ്പൂരും കരുളായി എണ്ണുമ്പോൾ ഇതൊക്കെ അട്ടിമറിക്കപ്പെടുമെന്നാണ് ചാനലുകളൊക്കെ പറഞ്ഞത്. പക്ഷേ 2016-ലും 2021-ലും അമരമ്പലത്തിന് പറ്റിയ അമളി നിങ്ങളത് തിരുത്തി കുറിച്ചു എന്ന് മാത്രമല്ല, ഒരു നല്ല ഭൂരിപക്ഷം അമരമ്പലത്തുനിന്ന് നിങ്ങൾ UDF സ്ഥാനാർത്ഥിയായി എനിക്ക് നൽകാൻ സാധിച്ചു എന്നതിൽ നിങ്ങൾ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ സന്തോഷം സൂചിപ്പിച്ചതുപോലെ സന്തോഷം ഇവിടെ സൂചിപ്പിച്ചത് 9 വർഷമായി നമ്മൾ നിലമ്പൂരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നോട്ടടിച്ചു. നമുക്ക് അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. എൻ്റെ മുൻപിലുള്ളത് ആകെ 8 മാസമാണ്. ആ 8 മാസത്തിനിടയിൽ 9 വർഷം പിന്നോട്ടടിച്ച പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നിരവധിയായ കാര്യങ്ങൾ ഇങ്ങനെ